ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഇന്നത്തെ റീഡിങ്സിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്തെല്ലാം പോസിറ്റീവ് ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാനിരിക്കുന്നത് എന്നുള്ളതാണ്. കറൻ്റ്ലി ഉള്ള സിറ്റുവേഷൻ ആൻഡ് യൂണിവേഴ്സിൽ നിന്നുള്ള അഡ്വൈസസും കൂടി നമുക്ക് നോക്കാം. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് 1 മിനിറ്റ് മൈൻഡ് ഒന്ന് കാം ആൻഡ് കൂളാക്കി ഇരിക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യുക. ഈ റീഡിങ്സിലേക്ക് ഫോക്കസ് കൊണ്ടുവരിക. പോസിറ്റീവ്സ് മാത്രം ചിന്തിക്കുക കേട്ടോ. Fool card, Knight of Wands, Page of Pentacles, Hermit, Six of Swords, Tower, Empress, Ten of Pentacles, King of Cups, Temperance and Page of Swords ആണ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. സോ ആ ഒരു ന്യൂ ചാപ്റ്റർ അല്ലെങ്കിൽ പുതിയൊരു തുടക്കത്തിന് സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. സോ ഇത്രയും കാലം നിങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ജീവിച്ച് തീർത്ത ഇതിൽ നിന്നും ഒരു പോസിറ്റീവ് ചേഞ്ചിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കാർഡ്. അതിപ്പോൾ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും പേഴ്സണൽ ഗ്രോത്തിലായാലും ഒരു പുതിയൊരു തുടക്കം വേണം എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പാഷനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു പാഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു ഇതാണ്. സോ റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി കയറി വരികയും ആ ഒരു വ്യക്തിയോട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്നേഹം തോന്നുകയും ആ ഒരു വ്യക്തിയുമായി നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കും. മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു കാര്യം പഠിക്കുക അല്ലെങ്കിൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് വരിക, അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. സോ അവിടെ നമ്മളുടെ ഈ ഒരു വ്യക്തിയുമായി നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയും ആൻഡ് ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ചതാകാം അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നതായിരിക്കാം. എന്തായാലും നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് ഒരു ലോൺലിനെസ്, ഒരു ഒറ്റപ്പെടൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ആ ഒരു ഫേസിലൂടെ ആയിരിക്കും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു റിഫ്ലക്ഷൻ കിട്ടുകയും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ടൈമാണിത്. ഒരുപാട് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരിക. ഓക്കെ, നിങ്ങളെ തന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു ഫേസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഹെൽത്തിയർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 6 ഓഫ് സോർഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിട്ടാണ്. ആ ഒരു ഹെർമിറ്റിന് ശേഷം നിങ്ങൾ സ്വയം ഒരു ഡിസിഷൻ എടുത്ത് ഇതിൽ നിന്നും മുന്നോട്ട് പോകുന്നു, ഹീലാകാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് സോ അത് നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങളതിൽ നിന്നും ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്നും ഫിസിക്കലി ആയാലും ഇമോഷണലി ആയാലും ഡിസ്റ്റൻസ് വിട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പോസിറ്റീവ് ചേഞ്ചസ് വരും. കുറച്ച് സമാധാനമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങും. നെക്സ്റ്റ് നമുക്ക് ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. സോ അതെന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്നും നമ്മൾ മാറിപ്പോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ടവർ കാർഡ് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് നമ്മളുടെ ലൈഫിലേക്ക് വരുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നമുക്കുള്ള ആ ഒരു വഴിയിലുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റും. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയൊരു മാറ്റങ്ങൾ വരുമെന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരും.
സോ ആ ഒരു ട്രാൻസ്ഫർമേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയി ഇരിക്കുക എന്നുള്ളതാണ്. ആ ഒരു നെഗറ്റിവിറ്റീനെയൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചേഞ്ചിന് ശേഷം നമുക്ക് എംപ്രസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു ക്രിയേറ്റിവിറ്റിയുടെ കാർഡ് അല്ലെങ്കിൽ അബൻഡൻസിൻ്റെ ഒക്കെ ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ലവ് ആയാലും ഇതെല്ലാം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് പ്രൊഡക്റ്റീവാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ലൈക്ക് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഡള്ളായിട്ടാണ് കാണുന്നത്, ഒരുപാട് കാര്യങ്ങളിൽ ഇമോഷണലി ഡ്രെയിൻഡാണ്. സോ അതാണ് നമുക്ക് ആ ഒരു 6 ഓഫ് സോർഡ്സിൽ കണ്ട എനർജി. സോ നിങ്ങൾ അതിൽ നിന്ന് ഹീലായി വന്ന് പോസിറ്റിവിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായാലേ നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ചസ് ഒക്കെ വരത്തുള്ളൂ. ഓക്കെ. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ലോങ് ടേം സ്റ്റേബിളായിട്ട് പോകുന്ന ഒരു ഫാമിലി ലൈഫ്, ആ ഒരു ഫിനാൻഷ്യൽ സക്സസ്, ഒരു ഹാപ്പി ഫാമിലി ലൈഫിനെ തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്സ് ഇട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് ഫുൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയതെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം നിങ്ങൾ ഇട്ട എഫേർട്സിനുള്ളത് നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ യൂണിവേഴ്സ് വെച്ചിട്ടുണ്ട്. സോ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും നമ്മളുടെ ലൈഫിൽ ഓരോ ലെസൺസ് പഠിക്കും. സോ അത് ഒരുപാട് ലെസൺസ് നമ്മൾ പഠിക്കും, പക്ഷെ അതിൽ നിന്ന് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആ ഒരു നെഗറ്റിവിറ്റി മാത്രം നമ്മൾ ചിന്തിച്ച് എന്തുകൊണ്ട് നമ്മളുടെ ലൈഫ് മാത്രം ഇങ്ങനെ എന്ന് ഡെയിലി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് കാര്യങ്ങളും നടക്കത്തില്ല. നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേര് ഈ ഒരു ഫേസസിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും സമാധാനം ഇല്ലാത്ത, ഒരു സന്തോഷം പോലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമ്മളുടെ ലൈഫിൽ ഓരോ ലെസൺസാണ്. അപ്പോൾ നമ്മൾ ആ ലെസൺസാക്കി മാത്രം എടുക്കുക, അല്ലാതെ അത് നമുക്ക് മാത്രം ഇങ്ങനെ എന്നൊരു ചിന്തയൊന്നും നമുക്ക് വേണ്ട. ലെസൺസ് പഠിക്കുക, നമ്മൾ ലൈഫല്ലേ, നമ്മൾ മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുക. ഓക്കെ. യൂണിവേഴ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഈ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നതെങ്കിലും നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, എൻ്റെ ലൈഫിൽ വേറെ എന്തോ വലുത് വരാനിരിക്കുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്ന് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകും. അല്ലാതെ ഡെയിലി നിങ്ങൾ ഈ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്തിട്ട് ഒരു മാറ്റവും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നില്ല. മെയിനായിട്ട് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളൊന്ന് മാറ്റി നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ചേഞ്ചസ് വന്നിരിക്കും. സോ അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. സോ ഇപ്പോൾ നമുക്ക് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതിനുശേഷം വന്നിരിക്കുന്ന കിങ് ഓഫ് കപ്സ് ആണ്. അഗെയിൻ ആ ഒരു ഇമോഷണലി സ്റ്റേബിളായിരിക്കുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണല്ലേ. അപ്പം നമ്മൾ അത്രയും ഇമോഷണലി മെച്യൂർഡ് ആവണം. സിറ്റുവേഷൻസിനെയൊക്കെ നമ്മൾ സാവധാനം, പേഷ്യൻസോടുകൂടി, ക്ഷമയോടുകൂടി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരുപാട് ട്രോമാസ് നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ ഹീലാകാണ്ട് ആ ഒരു ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. സോ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ടൈം കഴിഞ്ഞു. അപ്പോൾ കുറേശ്ശെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, പോസിറ്റീവ്സ് ചിന്തിക്കുക, പോസിറ്റീവ് അഫർമേഷൻസ് പറയുക. ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും, 100% ഷുവറാണ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ടെമ്പറൻസ് വന്നിട്ടുണ്ട്. ടെമ്പറൻസ് അഗെയിൻ നിങ്ങൾക്ക് ക്ഷമ വേണം. നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആകണം. എന്ത് ചാലഞ്ച് വന്നാലും നിങ്ങളത് ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഓക്കെ. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് പേജ് ഓഫ് സോർഡ്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആണ്, നിങ്ങൾ ഭയങ്കരമായിട്ടും ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അവ്യക്തതയുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ക്യൂരിയോസിറ്റി, അതാണ് നിങ്ങളിപ്പോൾ കറൻ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഫേസ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ പറയുക, ക്ലാരിറ്റി വേണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കാണ്ടിരിക്കുക, ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ഓക്കെ. ഡിവൈൻ ടൈമിങ്ങിൽ ട്രസ്റ്റ് ചെയ്യുക. സോ ഇവിടെ ഓവറോൾ നോക്കിയപ്പോഴത്തേക്കും ആ ഒരു ഫസ്റ്റ് തന്നെ നമുക്ക് ഫുൾ കാർഡ് വന്നുകൊണ്ട് ഒരു പുതിയ ബിഗിനിങ്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ പാഷനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതും, മെയിനായിട്ട് നമുക്കിവിടെ ഇമോഷണൽ ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്
പറയുന്നുണ്ട്. ഒരു ഒറ്റപ്പെടലും എല്ലാം നിങ്ങളുടെ ലൈഫിലൂടെ നിങ്ങൾ കടന്നു പോകും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് പാറ്റേൺസ്, ആ നെഗറ്റീവ് എനർജിയെ നിന്നും നിങ്ങൾ റിലീസ് ആകണം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് അട്രാക്റ്റ് ആകുന്നത് നെഗറ്റീവ് എനർജിയാണ്. അതായത് ഒരു 100 കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് ഒരാൾ പറഞ്ഞാലും, ഒരാൾ വന്നിട്ട് നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ആ ഒരു നെഗറ്റീവ് കാര്യം മാത്രമേ കാണത്തുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മളെ ഭയങ്കരമായിട്ടും വിഷമത്തിലാക്കുകയും ചെയ്യും. കാരണം അതാണ് നമ്മളുടെ മൈൻഡ് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ഒന്നാണ് നെഗറ്റിവിറ്റി. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാൻ വളരെ പാടാണ്. എൻ്റെ എല്ലാ വീഡിയോസിലും പറയും, നിങ്ങൾ പോസിറ്റീവായി മാത്രം ചിന്തിക്കുക, പോസിറ്റീവ്സിനെ മാത്രം അട്രാക്റ്റ് ചെയ്യുക എന്ന്. അത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറയുന്നതല്ല, അത് നിങ്ങൾ ലൈഫിൽ കുറേശ്ശെ ചേഞ്ചസ് കൊണ്ട് വരുത്തണം. കാരണം ഈ ഒരു നെഗറ്റിവിറ്റീനെ പതിയെ നമ്മളുടെ ലൈഫിൽ നിന്നും എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ തന്നെ നമ്മളുടെ ലൈഫിലേക്ക് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ, ഓക്കെ, ആ ആഗ്രഹങ്ങളൊക്കെ നടന്നതായി സങ്കല്പിക്കുക, വിഷ്വലൈസ് ചെയ്യുക. നടന്നതിനും നമുക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയാം. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് അല്ലെങ്കിൽ അഡ്വൈസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. Four of Pentacles, Emperor, Queen of Pentacles, Devil and Two of Cups. Okay. Four of Pentacles എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ സ്റ്റേബിളായിരിക്കുന്നതിൽ കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കണം എന്നുള്ളതാണ്. മേ ബി നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾ ഒരുപാട് പണം നിങ്ങളിൽ നിന്ന് ചിലവായി പോകുന്നുണ്ടാകാം. സോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയും കണ്ടും ചിലവഴിക്കുക എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരുപാട് ഇമോഷണലി ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനും ഒരു ഗൈഡൻസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എംപററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആക്കുക, കുറച്ചുകൂടി നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ, ഇതൊക്കെ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ കൺട്രോളിൽ വരുത്തുക എന്നുള്ളത്. നിങ്ങൾ വേണം ഡിസൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ ഇൻചാർജ് നിങ്ങളായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്കായിരിക്കണം ഒരു പവർ, എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഓരോ ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും ആ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും നിങ്ങളുടെ ലൈഫിലുള്ള ഒരു പ്ലാനിങ്, ഓക്കെ, നിങ്ങളുടെ ഗോൾസിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്, എല്ലാത്തിൻ്റെയും മെയിൻ എനർജി സോഴ്സ് അല്ലെങ്കിൽ മെയിൻ ആളെന്ന് പറയുന്നത് നിങ്ങളായിരിക്കും. നിങ്ങളെ മാനേജ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കണം. നിങ്ങളുടെ മാനേജർ നിങ്ങൾ തന്നെയാണ്. ഓക്കെ, എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെ കൺട്രോൾ ചെയ്യേണ്ടതും തീരുമാനങ്ങൾ എടുക്കേണ്ടതും നിങ്ങളാണ്. കോൺഫിഡൻറ്റോടു കൂടി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്വീൻ ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. സോ മേ ബി നിങ്ങൾ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് മേ ബി ആരെങ്കിലും വരുമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഡബിൾ കാർഡ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നെഗറ്റിവിറ്റിയിലൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ, സോ ഇങ്ങനത്തെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, ഈ ഒരു ഇതിലാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി ഇല്ല എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. സോ ആ ഒരു ട്രാപ്പിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നാലേ ഈ പറഞ്ഞ പോസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരത്തുള്ളൂ. നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ കരിയർ ആയാലും ഡൗൺ ആയിരിക്കും, റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പോൾ ഡൗൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും, എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ മൊത്തത്തിൽ ഡൗൺ, എനിക്ക് മാത്രം എന്താണെന്നും കിട്ടാത്തത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക, എന്ത് നെഗറ്റിവിറ്റിയാണ് അല്ലെങ്കിൽ എന്ത് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്
നിങ്ങളുടെ ലൈഫിൽ നിലവിലുള്ളത് എന്ന് മനസ്സിലാക്കുക, അതിൽ നിന്നും പുറത്ത് വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് മേ ബി അഡിക്ഷൻസ് ആയിരിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി നിങ്ങൾ ഫോളോ ചെയ്ത് പോകുന്ന എന്തെങ്കിലും ഒരു ടോക്സിക് ആയിട്ടുള്ള പാറ്റേൺ, അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ തന്നെ സെൽഫ് അനലൈസ് ചെയ്യുക, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരിക, അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ലാസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ്. ഓക്കെ, സോ അതൊരു പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയാണ്. സോ നിങ്ങൾക്ക് ആ ഒരു പാർട്ട്ണർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും ആ ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാകുകയും ആ ഒരു റൊമാൻറ്റിക് കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊന്ന് സെൽഫ് അനലൈസ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരിക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ എന്ത് ചെയ്താൽ അത് കുറച്ചുകൂടി ദൃഢമാക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓക്കെ, നിങ്ങളാണോ ക്ഷമിക്കേണ്ടത് അല്ലെങ്കിൽ ഫോർഗീവ് ചെയ്യേണ്ടത്, അത് നിങ്ങളാണോ ആ ഒരു വ്യക്തിയെ അപ്രോച്ച് ചെയ്യേണ്ടത്, എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരു റിയൂണിയൻ വേണമോ, റിയൂണിയന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. എന്തായാലും ആ ഒരു ട്രൂ സോൾമേറ്റ് എനർജി അല്ലെങ്കിൽ ആ ഒരു ട്രൂ പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ഡബിൾ എനർജിക്ക് ശേഷമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എന്തോ ഒരു നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആവാം. സോ എന്താണ് അത്, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരിക. ഓക്കെ, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ പോസിറ്റീവ് എനർജിയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്, കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് ആയിക്കോട്ടെ, അതെല്ലാം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് അതിന് വേണ്ടിയിട്ട് നിങ്ങളും ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്തകളൊക്കെ മാറ്റുക, പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുക. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്. ഈ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.